നന്നായിട്ടാ. അപ്പൊ ഇനി നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇതിനെന്താ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കാം. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറുന്നു. ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, എല്ലാം കൂടി പറയുന്നില്ല, ഒക്കെ എയർ ഹോസ്റ്റസ് നോക്കും. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഫ്ലൈറ്റാണ് സങ്കല്പിക്കാം. വലിയപ്പാ ഇതൊരു ഫ്ലൈറ്റ്. ഓക്കെ, അപ്പം ഈ ഫ്ലൈറ്റിലെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ എല്ലാവരും ഇരിക്കുമല്ലോ അല്ലെ. ചിലപ്പോൾ നമ്മളെ സീറ്റ് ഉണ്ടാവും സെന്ററിലായിരിക്കും, ഒരു ഫാമിലിയുടെ സീറ്റ് ഉണ്ടാവും ഫ്രണ്ടിലായിരിക്കും, ഒരു ഫാമിലിയുടെ സീറ്റ് ബാക്കിലായിരിക്കും. ഇതൊക്കെ അപ്പോഴത്തെ അവസരം പോലെ കിട്ടുന്ന. നമ്മൾക്ക് ഇപ്പോഴൊന്നും സീറ്റ് ആരെ പേര് രജിസ്റ്റർ ചെയ്തില്ല. ഇപ്പം ബൾക്ക് സീറ്റ് ഉണ്ടാവുള്ളൂ, അപ്പം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന രൂപം ഉണ്ടാവും. അപ്പം ഒരുമിച്ചായിരിക്കുമല്ലോ സീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആവുമ്പോ നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ പ്രശ്നമല്ല. ജിദ്ദ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ടിത്തോർ ആദ്യം ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി കുറച്ചാകുമ്പോഴേക്കും അവിടെ നിന്ന് വരും, അവിടുത്തെ മുത്തോബകൾ വന്നിട്ട് ഇയാളാണ്ട് അവിടുന്ന് ബസ് കയറിയിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ. അവിടുന്ന് ഒരു ബസ് കയറിയിട്ട് എയർപോർട്ട് പോകാം. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ. മനസ്സിലാവണ്ടോ? ബാക്കിൽ നിന്ന് വരുന്നത് നിങ്ങൾ താഴെ ഇറങ്ങിണ്ടാവും. അപ്പൊ നിങ്ങളാവുന്ന മുത്തമ്മമാർ വേഗം കയറ്റും. ആ സമയത്ത് നമ്മൾ ഉസ്താദ് അവിടെ ഉണ്ട്, എവിടെ ഫ്ലൈറ്റിൽ നമ്മൾ ഇൻഗ്രാബായി കാര്യമില്ല, അവർ ഉന്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ബസ്സുകൾ കയറ്റും. ആ ബസ് കയറ്റി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഇറക്കുന്നത് എവിടെയാണ്? ജിദ്ദ എയർപോർട്ടിനകത്ത്, അല്ലാതെ വേറെ ഉറപ്പല്ല. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്. അവിടുന്ന് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ച, ഞാൻ പലപ്പോഴും കാണുന്നു, നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേ ഉണ്ടാവുള്ളൂ, ചാതി ഇറങ്ങി ഉമ്മമാർ അവിടുന്ന് കയ്യുമായിട്ട് ഇറക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും അവസാനം എങ്ങോട്ടെത്തും? നേരെ ജിദ്ദ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് എത്തും കേട്ടാ. അത് നമ്മൾ ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ്, അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പൊ നമ്മളെല്ലാവരും ജിദ്ദയിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിൽ കയറി കേട്ടാ. ബസ് കയറിയേ, മനസ്സുകൊണ്ട് കയറാം. ഇനി നേരെ പോയി ഒരു ഉംറ ചെയ്ത് പോകട്ടാ. ഇപ്പൊ നമ്മളെല്ലാവരും ഈ ഹറാമിലല്ലേ ഉള്ളത്. അങ്ങനെ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിലേക്കുള്ള യാത്രയിലാണ്. ജിദ്ദ എന്ന് പറഞ്ഞാൽ ജദ്ദ നമ്മുടെ വെല്ലിമാന്റെ നാടാണ്. വെല്ലിമാല ഹവ്വാ ഉമ്മലെ, ഹവ്വാ ഉമ്മാനെ സിയാറ ചെയ്യണ്ടേ? എല്ലോടും ചെയ്യാന്നുള്ള വാശി നമുക്ക് ഉണ്ടെങ്കിൽ എല്ലോടും നമ്മൾ എത്തും. അതേ സമയത്ത് ഇത്ര മതി എന്നുള്ളൊരു അത്രയും കിട്ടും. മനസ്സിലായില്ലേ? കഴിഞ്ഞ ഉംറയിൽ നമ്മള് എന്താണ് വെല്ലിമാനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ ആഗ്രഹിച്ച എല്ലാവരും ചെയ്തു, അല്ലാത്തവർ ചെയ്തില്ല. അതൊക്കെ നമ്മളെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യേണ്ട കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ജിദ്ദയിൽ നിന്ന് ശരാശരി 60 കിലോമീറ്റർ ദൂരമാണ് പരിശുദ്ധമായ മക്കയിലേക്കുള്ളത്. അപ്പൊ മക്കയിലേക്ക് നമ്മൾ പോയി, മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ അവിടെ പോകുന്ന നമ്മളെ ഫുന്ദുക്കിലേക്കാണ്, അതായത് നമ്മളെ ഹോട്ടലിലേക്ക്. അപ്പൊ ഹോട്ടൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോട്ടൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇതുപോലത്തെ ഒരു കാർഡ് വരും. ഇതുപോലത്തെ ഒരു കാർഡ് ശ്രദ്ധിക്കണേ. ഇത് ബുറാക്കും ഞമ്മക്കും ഒരേ ഷെഡ്യൂളാട്ടാ, ഇതേപോലെ ഉണ്ടാവും നിങ്ങൾക്കും വലിപ്പാ. അപ്പൊ ഇതുപോലെ കാർഡ് വരും. ഈ കാർഡ് എന്ന് വെച്ചാല് അവിടുത്തെ ഹോട്ടലിന്റെ കാർഡാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള എന്താണ് ഇതല്ല ഉള്ളത്, ഈ ടാഗ് അല്ല ഉള്ളത്. ഇത് ഇന്റർനാഷണൽ വിഷയങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇതങ്ങനല്ല, ഇത് അവിടുത്തെ പ്രാദേശികമായി, അതായത് നമ്മളെ കൂടെ വരുന്ന ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര്, നമ്മൾ ആദ്യമായി ഉംറക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരിശുദ്ധമായ കഅബാലയത്തിന് ചുറ്റും ഒരേപോലത്തെ വാതിലുണ്ടാവാം. നമ്മളെ കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ ഏതൊക്കെയോ റോഡിലെത്തി നമ്മൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫുന്ദുക്കവിടെ നമ്മൾ കൂടെ ഉള്ളവരോടെ ഒന്നും ചോദിക്കാൻ ചിലപ്പോൾ നമുക്ക് കലാം ഉണ്ടായിക്കോന്നില്ല, മലയാളി എപ്പോഴും കണ്ടോണമെന്നില്ല. ഇനി കണ്ടാൽ തന്നെ കൂടുതൽ വേറെ കയ്യിൽ സിം ഉണ്ടാവില്ല. അതൊക്കെ അവസ്ഥ. അപ്പൊ നമുക്ക് നമ്മളെ ഹോട്ടൽ ഇന്നതാ എന്ന് മനസ്സിലാവാനുള്ള കാര്യമാണ് ഇത്. ഇതിലെന്താണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്, ആ ഹോട്ടലിലെ മുഴുവൻ അഡ്രസ്സുകൾ ഇതിലുണ്ടാവും. ഇത് ടാക്സിക്കാരെങ്കിലും ആർക്കെങ്കിലും മോനെ എന്റെ ഹോട്ടൽ ഇതാ കാണിച്ചാൽ എന്ത് ചെയ്യും? കറക്റ്റ് ഈ ഹോട്ടലിലേക്ക് അവര് എത്തിച്ചു തരും. അതിനാണ് ഇത്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഇന്റർനാഷണൽ വിഷയം, ഇത് നമ്മുടെ അവിടുത്തെ പ്രാദേശിക കേട്ടാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം കിട്ടി, നമ്മൾ ഈ കാർഡെല്ലാം വാങ്ങിച്ചു. എല്ലാവരും റൂമിൽ കയറി ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങി. അതായത് നമ്മൾ രാത്രി 12 മണിക്കാണ് ശരാശരി എത്താം. 12 മണിക്കും എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉറങ്ങാം. സുബഹി നിസ്കരിച്ചിട്ടാണ് ഉംറക്ക് പോകുള്ളൂ. കാരണം ഇവിടെ ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണല്ലേ. ആ ക്ഷീണത്തോടെ അള്ളാന്റെ ഹറം കാണുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധമായ കഅബാലയം കാണുമ്പോൾ നമുക്ക് ആ ഒരു ഉന്മേഷം കുറയും. അതുണ്ടാവാൻ പാടില്ല. നല്ല ഉന്മേഷത്തോടെ കാണേണ്ട ഒന്നാണ് പരിശുദ്ധമായ കഅബാലയം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇൻഷാ അല്ലാഹ് കാണണമെങ്കിൽ നമ്മൾ ഒന്ന് പോയി റെസ്റ്റ് എടുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹറമും തിരക്ക് കുറയുന്ന സമയം, അതായത് രാത്രി നല്ല തിരക്കുണ്ടാവും. ആ തിരക്കേറൊക്കെ സുബഹിസ്കരിച്ച് അങ്ങോട്ട് റൂമിലേക്ക് പോകും. നമ്മൾ നിലവിൽ റൂമിൽ ഉറങ്ങിയവരുണ്ടാവില്ലേ, ഇവരൊക്കെ അങ്ങോട്ട് പോകലപ്പോഴും ഒരു 7-7:30 ആകുമ്പോഴാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയം നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നേരെ ഹറമിലേക്ക് പോയി നമ്മൾ പരിശുദ്ധമായ ഉംറ നിർവഹിക്കുമ്പോഴാണ് നല്ല റാഹത്തോടെ നമുക്ക് ഉംറ ചെയ്യാൻ കഴിയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും എവിടെ എത്തി? ഒന്ന് സഹകരിച്ചോളൂ. വല്യപ്പ എവിടെ എത്തി? ജിദ്ദയിലോ? മാണിക്കല മക്കത്തെത്തിന്. നിങ്ങളിപ്പോ ജിദ്ദ തെറ്റി പറഞ്ഞ കുഴപ്പമില്ല കേട്ടാ. ഏതായാലും ഇപ്പൊ നമ്മളെല്ലാവരും ഹോട്ടലിലുള്ളത്. നമ്മൾ പോയി ഉറങ്ങിയതിനു ശേഷം ഞാൻ പിരിഞ്ഞത്. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു നാസ്ത കഴിച്ച് നമ്മൾ ഉന്മേഷത്തോടെ പോകണ്ടെന്നല്ലേ. ആ ചായയാണ് ഇപ്പൊ നമ്മൾ കുടിച്ചേട്ടാ. ഏതായാലും ഇപ്പൊ എല്ലാവരും ഉന്മേഷമായില്ലേ? അപ്പൊ കറക്റ്റ് സമയത്ത് ആ ഉന്മേഷം വേണ്ട സമയത്ത് നമ്മൾ ചായ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഇതുവരെ നമ്മളുണ്ടായിരുന്ന ആ ഒരു ഇഹ്റാമും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇഹ്റാമിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അല്ലേ? ഞാൻ പറഞ്ഞു തവാഫ് കഴിഞ്ഞ് സഈ കഴിഞ്ഞ് തഹല്ലുൽ ആവുന്നേരെ നമ്മൾ ഇഹ്റാമിലുള്ളത്. പുരുഷന്മാര് ഇതേ വസ്ത്രം ധരിക്കാണ്ടുള്ളൂ. ഹറമിലെത്തിയുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ തല പോലും മറക്കാൻ പാടില്ല. ഫ്ലൈറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? AC കൂടുതലാണെങ്കിൽ തല മറക്കാൻ പാടില്ല. ഒരു നിരക്കും തല മറക്കാൻ പാടില്ല. ഉമ്മമാരും മുഖവും മുൻകൈ മറക്കാൻ പാടില്ല. ശ്രദ്ധിക്കാണ്ടാ. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാ അവസരത്തിലായി പറയാം. ഇപ്പൊ നമ്മൾ ഉംറക്ക് പോവാം. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് കാലം നാളിതുവരെ നമ്മൾ തിരിഞ്ഞു നിന്നിരുന്ന പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് പോവാം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ മദ്രസകളിൽ പഠിച്ചിരുന്നല്ലോ പരിശുദ്ധമായ കഅബാലയം. അങ്ങനെ ഇങ്ങനെ അല്ലെ, ഭൂമിയിലെ ആദ്യത്തെ വീടാണ് മുഅ്മിനീങ്ങൾക്കുള്ളത് പരിശുദ്ധമായ കഅബാലയം. ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. ഒരുപാട് കാലം നമ്മൾ കാണണമേ എന്ന് ആഗ്രഹിച്ചു, കൊതിച്ചു. എത്രയോ കാലങ്ങൾ നമ്മൾ നിസ്കരിച്ചു. ഇന്ന് രാവിലെ അതായത് മക്കയിൽ നമ്മൾ ഇന്ന് രാവിലെ വരെ നമ്മൾ സുബ്ഹി നിസ്കരിച്ചത് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി നടന്ന് നീങ്ങുകയാണ്. എല്ലാവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതങ്ങനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം നമുക്ക് കാണാം. ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പരിശുദ്ധ കഅബയുടെ അല്പാൽപ്പം ഭാഗങ്ങൾ കാണും. ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് നോക്കരുത്. നമ്മൾ ഉസ്താദുമാരുടെ കൂടെ പറഞ്ഞുതരും. നമ്മൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് താഴേക്ക് തന്നെ താഴേക്ക് നോക്കി അങ്ങനെ നടന്ന് പരിശുദ്ധമായ മത്താഫിലെത്തുമ്പോ, അതായത് കഅബാലയം കിടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന് താഴേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വേണം കഅബാലയത്തിലേക്ക് എത്താൻ. നമ്മൾ ജീവിതത്തിൽ ആദ്യമായി കഅബ കാണുന്ന നിമിഷം ആ ദുആ അല്ലാഹ് തട്ടില്ല എന്നല്ലേ ഉസ്താദുമാർ പഠിപ്പിച്ചത്. ആ ഒരു അഫ്ളലായ നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പാടില്ല. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നമ്മൾ ജനലിലൂടെ പുറത്തേക്ക് കാണും പോലെ കഅബയുടെ ഓരോ മൂലകൾ നമുക്ക് കാണും. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഫസ്റ്റ് ആ ഒരു ഉണ്ടല്ലോ, നമ്മള് ഫസ്റ്റ് ഇംപ്രഷൻ ഈ ബെസ്റ്റ് ഇംപ്രഷൻ പറയില്ലേ, എന്നാണ് ഫസ്റ്റത്തെ നിമിഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് തന്നെ നോക്കി നടന്ന് പരിശുദ്ധമായ മത്വാഫിലെത്തുമ്പോ ഹബീബായ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തൊക്കെ തവാഫുകൾ ചെയ്ത പരിശുദ്ധമായ മത്വാഫ് ആരംഭിക്കുവായ തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ സ്വഹാബത്ത് നീന്തിയിട്ട് വരെ തവാഫ് ചെയ്തിരുന്നു പരിശുദ്ധമായ കഅബയെ. ഇൻഷാ അല്ലാഹ് അതെല്ലാം വ്യക്തമായി അവിടുന്ന് പറയാം. അങ്ങനെയുള്ള മത്താഫിലെത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഏറ്റവും അഫ്ളലായ ഒന്നാണ് ഹജറുൽ അസ്വദ് എന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇറക്കപ്പെട്ട ആ പവിത്രമായ കല്ല്, ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ചുണ്ടുകൊണ്ട് ചുംബിച്ച പവിത്രമായ കല്ല്. ആ കല്ല് നിൽക്കുന്നതിന്റെ ഏകദേശം ഒരിടം എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും, ഇനി എല്ലാവരും പരിശുദ്ധമായ കഅബയിലേക്ക് നോക്കിക്കോളൂ എന്നങ്ങ് പറയുമ്പോ പ്രിയമുള്ളവരെ, ഈമാനുള്ള ഏതൊരു മുഅ്മിനും ഹൃദയം പൊട്ടിപ്പോകുന്ന നിമിഷമാണത്. കാരണം എന്തേ? ഒരുപാട് കാലം കാണാൻ കൊതിച്ച ആ പരിശുദ്ധമായ കഅബാലയം ഇതേ രൂപത്തിൽ ഇതിനേക്കാളും ഭംഗിയായിക്കൊണ്ട് ആ പവിത്രമായ ഇടം നമ്മുടെ കരങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്ന നിമിഷം, ആ നിമിഷം നമുക്ക് വല്ലാത്ത സന്തോഷ വിഷമം വരുന്ന സമയമാണ്. അങ്ങനെ കാണുമ്പോ നിങ്ങൾ എന്തു ദ്വാരുന്നാലും അല്ലാഹ് തട്ടില്ലത്രേ എന്ന് മഹാന്മാർ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കണം.
എന്താ ദ്വാരക്കണ്ടേ? ഉസ്താദ് ഏതായാലും പറഞ്ഞില്ലേ അള്ളാഹ് തട്ടൂല, അതുകൊണ്ട് എന്റെ മോളെ കല്യാണം ശരിയാവാതെ കുറെ കാലമായി പഠിച്ചോനെ, എന്റെ മോളെ വിവാഹം ഒന്ന് ശരിയാക്കണേ. അതെല്ലാം ദ്വാരക്കേണ്ടത്. ആദ്യം ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ഞാൻ കൊതിച്ചെത്തിയതാണ് നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക്. ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചെത്തിയതാണ്. എനിക്ക് പരിശുദ്ധമായ ഇരു ഹറമുകളും വേണ്ടുവോളം ഇബാദത്തിനായി മുഴുകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആക്കാം. മനസ്സിലായില്ലേ? അവിടെ എത്തി പിറ്റേ ദിവസം പനി പിടിച്ചവരുണ്ട്, അവിടെ എത്തി അടുത്ത ദിവസം വീണിട്ട് നമ്മുടെ ഡിസ്ക് കംപ്ലൈന്റ് ആയവർ നമ്മളെ ബാച്ചിൽ തന്നെ ഉണ്ട്. ഇങ്ങനൊക്കെ അനുഭവസ്ഥയുണ്ട്. ഇങ്ങനൊന്നും ഉണ്ടാവരുത്. പരിശുദ്ധമായ മക്കയിൽ 10 ദിവസം നമുക്ക് എന്ത് ചെയ്യണം? കൺകുളിർമെ കണ്ട് മുതലാക്കാനുള്ളതാണ് പരിശുദ്ധമായ കഅബാലയം. അപ്പൊ നമ്മൾ ആദ്യമായി ദുആക്കാം. രണ്ടാമതായി പടച്ചവനെ ഇനി അങ്ങോട്ട് ഞാൻ ദുആ ചെയ്യുന്ന ദുആകളൊക്കെ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആക്കാം. ഇത് രണ്ടും ദ്വാരം എന്തായാലും രണ്ടും നമുക്ക് ഏറ്റവും നല്ലതായി. ഒന്ന്, ഞങ്ങൾ ദ്വാരക്കുന്ന ദുആക്ക് സ്വീകരിക്കണം അല്ലേ, അത് അഫ്ളലായ ദുആയി. അതുപോലെ തന്നെ വേണ്ടുവോളം ഇരു ഹറമുകളെ ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ രണ്ട് കാര്യങ്ങളും ദുആ ചെയ്യാം. അതിനുശേഷം നമ്മളെല്ലാ കാര്യങ്ങളും ദ്വാരക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇനി നമ്മൾ തവാഫ് തുടങ്ങാൻ പോവാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതൊരു ചെറിയൊരു ഐഡിയ ഇട്ട് നമുക്ക് പോകുന്ന രൂപം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ താഴേക്ക് നോക്കണം. പറഞ്ഞ എന്താ അറിയോ, നമ്മൾ ദൂരത്തുനിന്നേ നമുക്ക് കഅബ കാണാൻ കഴിയും. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ദുആ ഒന്നും നമുക്ക് കണ്ട് മനസ്സിൽ സെറ്റ് ആവില്ല. കാരണം കൺകുളിർമ കാണണം. ഒറ്റ നോർത്തിന് കറക്റ്റ് കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വരണേ. ദൂരത്തിനെ കണ്ടു പോയാൽ ഫീൽ കിട്ടൂല. മനസ്സിലായില്ലേ? അല്ല ഇതൊന്നും ഉംറന്റെ വാജിബാത്ത് പെട്ടല്ലോ, ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മളെല്ലാവരും എവിടെ എത്തി? കഅബ തൊട്ടോ? കഅബ തൊടാൻ പോയില്ല. ഇപ്പം വല്ല കഅബയുടെ മുറ്റത്തല്ലേ, പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് ഒരു അമലിന് 1 കോടി പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. ഈ അടുത്ത അമീറുമാരുടെ സംഗമത്തിൽ ഉസ്താദ്മാരെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ ഒരു അമലിന് 1 കോടി പ്രതിഫലം വരെ ഉണ്ട് പരിശുദ്ധമായ മത്താഫിൽ. അത്രക്കും ഫലമുള്ള സ്ഥലമാണ് പരിശുദ്ധമായ മത്താഫ്. നിങ്ങൾ ആലോചിക്കുക, ഹബീബായ തങ്ങൾ, സ്വഹാബത്ത്, അമ്പിയാക്കൾ എല്ലാവരും തവാഫ് ചെയ്ത പരിശുദ്ധമായ ഇടമല്ലേ പരിശുദ്ധമായ മത്താഫ്. ഞാൻ അതുപോട്ടെ, ഖിയാമത്ത് നാൾ വരെ നമുക്ക് എന്താണ്, ഖിയാമത്ത് നാൾ വരെ തവാഫുകൾ മുടങ്ങാതെ നടക്കുന്ന ഒരു സ്ഥലവുമല്ലേ പരിശുദ്ധമായ മത്താഫിൽ. അവിടെ 24 മണിക്കൂർ തവാഫ്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു പവിത്രമായ ഇടം എല്ലാത്തിനുപരി പരിശുദ്ധ കഅബയെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഈ റുക്നുൽ അസ്വദ് നിൽക്കുന്ന ഈ ഭാഗത്താണ് ഹബീബായ തങ്ങളെ ചുണ്ട് കൊണ്ട് ചുംബിച്ച ആ ഒരു ഹജറുൽ അസ്വദ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, എവിടെ നമ്മൾ നിൽക്കുന്നത്? ഹബീബിന്റെ ചുണ്ട് കൊണ്ട് ചുംബിച്ച സ്ഥലം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജറുൽ അസ്വദ് മുത്തണ്ടേ? അള്ളാഹ് എല്ലാവർക്കും വേണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ ഒത്തിപ്പിക്കാൻ കൊണ്ടുപോകാക്കില്ല, പക്ഷെ നമ്മൾ തൗഫീഖ് പോലെ അള്ളാഹുവിന്റെ തൗഫീഖോടെ നമ്മളെ കഴിഞ്ഞ ബാച്ചിൽ എല്ലാ ഉപ്പമാരും ഒരാളത്തെ 1-2 ആൾ ആരും ഇങ്ങോട്ട് ബുദ്ധിമുട്ടുള്ളത് കഴിഞ്ഞില്ല. ഉമ്മമാരും 1-2 ആൾക്കാർ, ബാക്കി എല്ലാവരും മുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി അവിടെ തിക്ക് തിരക്ക് കൂടരുത്. സ്ത്രീകൾക്കായിട്ട് സമയമുണ്ട്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ചെയ്യാം. ആ സമയത്ത് നമുക്കത് മാറി തരുന്നില്ല, അവിടെ സ്ത്രീകളെ ഉണ്ടാവുള്ളൂ കേട്ടാ. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് അതുപോലെ സൗകര്യം പോലെ പോവാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളെ ചുണ്ട് തട്ടിയ സ്ഥലത്ത് നമ്മുടെ ചുണ്ട് പോട്ടെ, കയ്യും തട്ടിയാണെന്ന് ഭാഗ്യല്ലേ അല്ലാഹ്. അപ്പോൾ ഇത് റുക്നുൽ അസ്വദ്, ഹബീബിന്റെ ചുണ്ടുകൾ തട്ടിയ സ്ഥലം അല്ലേ. ഇനി നേരെ ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് കോർണർ, ഇത് നേരെ ഈ സൈഡിലേക്ക് വന്നാലും ഇവിടെയാണ് റുക്നുൽ യമാൻ, ഹബീബായ തങ്ങള് കൈകൊണ്ട് സ്പർശിച്ച സ്ഥലം. ഓക്കെ, ഈ കറക്റ്റ് മൈനോട്ട് പോകാൻ ഇവിടെയൊക്കെ നമുക്ക് തോന്നാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഇവിടെ ഓരോ മഹത്വമുണ്ട്. അത് നമ്മൾ കഅബ അവിടുന്ന് കാണിച്ചെന്നും കൊണ്ട് പറയണ്ട, അപ്പോഴേ നിങ്ങൾക്ക് എന്തുള്ളൂ വ്യക്തമായി മനസ്സിലാവണം. ഇനി നമ്മളെല്ലാവരും ഇപ്പൊ ഇഹ്റാമിലല്ലേ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉംറയല്ലേ, ഒരു ഉംറ പൂർത്തിയാക്കാം. അത് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസിന്റെ പകുതി കഴിഞ്ഞു, പിന്നെ ബാക്കി കാര്യങ്ങൾ വൃത്തിയായി പറഞ്ഞു കേട്ടാ. അപ്പോ എല്ലാവരും ഉംറക്കളെ നിയ്യത്ത് ചെയ്തു. ഇപ്പൊ നമ്മളെല്ലാവരും ഉംറക്കളെ നിയ്യത്ത് ചെയ്തു. ഇനി ഈ തവാഫുകളെ നിയ്യത്ത് ട്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു തവാഫൽ ഉംറതി 7 അശ്വാഖി ലില്ലാഹി തആല. പരിശുദ്ധ ഉംറയുടെ തവാഫ്, പരിശുദ്ധ കഅബാലയത്തെ 7 തവണ ചുറ്റാൻ ഞാൻ കരുതി.
ഈ നിയ്യത്തും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മക്ക് സ്കോപ്പ് പോയി, മനസ്സിലായില്ലേ? അത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തവാഫിലേക്ക് മാറാം. അപ്പൊ ഉംറയുടെ ഫർളുകൾ 5. അതായത് നിയ്യത്ത്, തവാഫ്, സഅയ്, തഹല്ലുല്, തർത്തീബ്. കേട്ടാ, തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം നമ്മൾ ചെയ്യുന്നു കേട്ടാ. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ തവാഫിനെ കുറിച്ച് ഒരു ബേസിക് പഠിക്കാം. എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ട രൂപം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താലും ആവും, സുസ്താമാരെ കൂടെ ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാം. അതാണ് ഏറ്റവും വലുതാണ് തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് തവാഫ് ചെയ്യേണ്ട രൂപം മനസ്സിലാക്കാം. തവാഫില് നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികം നമ്മളെല്ലാവരും തവാഫ് വുളു എല്ലാവർക്കും നിർബന്ധമാണ് അല്ലെ? വുളു എല്ലാവർക്കും നിർബന്ധമാണ്, അത് വിട്ട് കളിയില്ല. അപ്പൊ നമ്മള് റൂമിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ നിയ്യത്ത് ചൊല്ലും. ഷാഫിഈ മദ്ഹബില് 2ാമത് ഖൗല് പ്രകാരം ഞാൻ അമൽ ചെയ്യുന്നു നമ്മൾ നിയ്യത്തൊക്കെ. അതായത് തൊടപ്പെട്ടവന്റെ വുളു മുറിയുകയില്ല എന്ന ഖൗലുണ്ട്. ആ ഖൗല് പ്രകാരം നമ്മൾ മക്കയിൽ നിന്ന് മദീനക്ക് അമൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ആലോചിച്ചു, ഇവിടെ മൊത്തം ജനങ്ങളല്ലേ, ഇവിടെ നമ്മൾ വുളു മുറിയാക്കാൻ കഴിയില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ ത്വരിക തമ്മിൽ ചേർന്ന വുളു മുറിയില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിയ്യത്ത് പ്രകാരമാണ് ഷാഫി മദ്ഹബിലെ 2ാം ഖൗല് പ്രകാരം നമ്മൾ അമൽ ചെയ്യുക. അത് ഇൻഷാ അല്ലാഹ് അവിടുന്ന് വൃത്തിയായി പറഞ്ഞിട്ടാ. ഇപ്പൊ പറഞ്ഞാൽ കൺഫ്യൂഷൻ. ചിലർ പെട്ടെന്ന് ഹനഫി മദ്ഹബ് പോലെ, അതായത് നമ്മൾ വുളു ഒക്കെ ഷാഫി മദ്ഹബും നമ്മൾ തവാഫ് മാത്രം ഹനഫി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നമുക്ക് ഷാഫി മദ്ഹബിൽ തന്നെ അവസരങ്ങളുണ്ട് കേട്ടാ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്നാമത് കാര്യം, വുളു തവാഫിൽ നിർബന്ധമാണ്. 2ാമത് കാര്യം, തവാഫില് നമ്മൾ തവാഫ് മാത്രമേ ചിന്തിക്കാവൂ. തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പഠിച്ചോനെ നമ്മളെ വീട്ടിലത്തെ കോയിപ്പോ മുട്ടിട്ടുണ്ടാവും, ഇന്നലെ എന്താ അവസ്ഥ ഞാൻ കണ്ടു. ഇപ്പൊ ഓളിപ്പോ നോക്കിയപ്പോ എങ്ങനെ ഇതൊക്കെ ഇബിലീസ് കൊണ്ടുവരും. നമ്മൾ വിചാരിക്കും മത്താഫിൽ ഇബിലീസ് ഇല്ല, മത്താഫിലൊക്കെ ഇബിലീസ് ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ തവാഫേ ചിന്തിക്കാവും. 3ാമത് കാര്യം എന്താണ്, തവാഫിൽ നമ്മൾ വുളു നിർബന്ധമാണ്. തവാഫിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലേ? തവാഫ് ചെയ്യുമ്പോൾ പരിപൂർണമായി നമ്മുടെ ഇടത് ചുമൽ കഅബയിലേക്ക് ആയിരിക്കണം. ഇടത് ചുമൽ ഞാൻ പ്രാക്ടിക്കലായി കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇടത് ചുമൽ എപ്പോഴും കഅബയിലേക്ക് ആയിരിക്കണം. അപ്പൊ 3 കാര്യം മനസ്സിലായില്ലേ? 4ാമത്തെ കാര്യം ഔറത്ത്, അതായത് പുരുഷന്മാർ 2 തുണിയല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ അവർ കറക്റ്റ് മറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖവും മുൻകൈ തുറന്നിടണം, അതേ പറ്റുള്ളൂ, എല്ലാ ബാക്കി ഭാഗങ്ങളൊന്നും പറ്റില്ല എന്നർത്ഥം. അതുപോലെ തന്നെ തവാഫില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏകദേശം ഓർമ്മ വരുന്ന കാര്യങ്ങൾ അവസരോചിതമായി പറയട്ടാം. ഇനി തവാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഅബയുടെ പുറത്താണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്, കഅബയുടെ പുറത്ത്. അപ്പൊ ഒരു ബാച്ചിൽ ഞാൻ കണ്ടാണ്, നമ്മൾ ഇങ്ങനെ തവാഫ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കാവനൂക്കാരനായ ഒരു പേര് പറയണ്ട, കാവനൂക്കാരനായ സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ നമ്മള് ഫ്രണ്ടിലാണ്, ബാക്കിൽ നിന്ന് പ്രിയതമനെയും കൂട്ടിയിട്ട് കൈ പിടിച്ച് കൊണ്ടുപോകണം. ഞങ്ങളുടെ ഹജറുൽ അസ്വദിന്റെ അവിടെ ഒരു ചെറിയ ഫ്രീ കിട്ടിയപ്പോഴേ നേരെ കൊണ്ടുപോയി മുത്താൻ വീണു. നമുക്ക് ഇനി പിടിക്കാൻ പറ്റുമോ? അതിങ്ങനെ പോയോണ്ടിക്കല്ലേ. അവര് പോയി, നമ്മൾ തവാഫും കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് എന്നോട് വന്ന് പറയാം, ഉസ്താദേ ഞമ്മക്ക് കിട്ടിയിരുന്നു. എന്താ കിട്ടി? ഞമ്മക്ക് ഹജറുൽ അസ്വദ് കിട്ടി, ഞാൻ എന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഓർമ്മ കിട്ടി. ഭയങ്കര സന്തോഷമായി. തവാഫ് ഒരിക്കലും പാടില്ല പരിശുദ്ധമായ കഅബയെ തൊടൽ, മനസ്സിലായില്ലേ? കഅബയുടെ പുറത്താണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. അപ്പൊ തവാഫിന് പാടില്ല എന്നർത്ഥം. അപ്പൊ തവാഫ് കഴിഞ്ഞ് പറ്റും, തവാഫിന്റെ ബ്രേക്കിലും പറ്റും. അതായത് ഒരു തവാഫ് കഴിഞ്ഞു, 2ാം തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് വിഷയമല്ല, തവാഫില് പാടില്ല എന്നർത്ഥം. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവസരോചിതയും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കോമൺ ആയി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവാം. ഇനി നമുക്ക് തവാഫ് ചെയ്യുന്ന രൂപം കാണല്ലേ? ചായ കുറിച്ച് എത്തിയില്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇനി നമ്മള് പ്രാക്ടിക്കലായി നമുക്ക് എന്ത് ചെയ്യാം, ആ തവാഫിന്റെ രൂപം ജസ്റ്റ് കണ്ടു നോക്കട്ടോ. അപ്പൊ ഈ കോർണറിൽ നമ്മളെല്ലാവരും ഇവിടുന്ന് എന്ത് ചെയ്യും, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അതായത് ഹജറുൽ അസ്വദിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ട് നമ്മളെ കൈ അങ്ങോട്ട് വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. എന്നിരുന്നാലും നമ്മൾ പിന്നെ തുടങ്ങാണ്. ഞാൻ പറഞ്ഞല്ലോ തവാഫിൽ ഇടത് വശമായിരിക്കണം അല്ലേ? അപ്പം എന്താ ചെയ്യുക, അല്ലാഹുമ്മ ഈമാനം ബികിതാബിക, ഇങ്ങനെ ചൊല്ലി പോകുമ്പോൾ മുഴുവനും എന്താണ്, നമ്മളെ ഇടത് ചുമല് പരിശുദ്ധമായ കഅബയിലേക്കാവണം. ഇങ്ങനെ ചുറ്റി വന്ന് നമ്മൾ റുക്കുനുൽ അസ്വദ്, അതായത് ഹജറുൽ അസ്വദിൽ എത്തുമ്പോഴാണ് ഒരു ഉംറയിലെ ഒരു ചുറ്റി, അതായത് തവാഫിലെ ഒരു ചുറ്റി പൂർത്തിയാവാം. അങ്ങനെ നമ്മൾ 7 ചുറ്റുമ്പോഴാണ് ഒരു ഉംറയിലെ ഒരു തവാഫ് പൂർത്തിയാവാം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അവിടെ ക്ലോക്ക് ടവർ കാണും. ആ ക്ലോക്ക് ടവർ ഇങ്ങനെ ഈ ഒരു പോക്ക് പോയി നമ്മളെ ഇടത് ചുമല് വിട്ട്, മനസ്സിലായില്ലേ? ഇങ്ങനെ സംഭവിച്ചാൽ എവിടെ നിന്നാണോ നമ്മൾ വിട്ടത് അവിടെ മുതൽ അങ്ങോട്ടുള്ള തവാഫ് ബാത്തിലായി, അതായത് ചുറ്റ് ബാത്തിലായി.
അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബാത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക, റിട്ടേൺ വരാൻ കഴിയില്ല നമുക്ക്. കാരണം ഇവിടെ ഒക്കെ വേറെ ഇഷ്ടം പോലെ പേര് പോരല്ലേ. അതുകൊണ്ട് പിന്നെ അവിടെ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ പോന്ന് ഇവിടെ പൂർത്തീകരിക്കാം. എന്നിട്ട് 7 ചുറ്റും പൂർത്തീകരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, എക്സ്ട്രാ നമ്മളെ ആ ഒരു മിസ്സായൊന്നുണ്ടല്ലോ, അതിന് വേണ്ടി എക്സ്ട്രാ ഒന്ന് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാം. ആ പ്രശ്നമില്ല, മനസ്സിലായില്ലേ. ഇപ്പം മുമ്പൊരുക്കുണ്ടായ അനുഭവമാണ്, തവാഫിൽ ആരോ മത്താഫിൽ മൂത്രമൊഴിച്ചനെ ഒക്കെ പ്രായമുള്ള ഉമ്മാരപ്പാരല്ലേ, ആരും ഒഴിക്കാൻ വേണ്ടി അവിടെ എന്നല്ല മനുഷ്യന്മാർ പ്രായമാർ ചില പോവും. കാരണം ഇത് ബാത്റൂമിൽ കുറേ ഓടി എത്തൂല, അപ്പോഴും കയ്യിൽ നിന്ന് പോയിണ്ടാവും. അങ്ങനെ മൂത്രമൊഴിച്ചപ്പോൾ ഇവിടെ പോയി കൊടുക്കുമ്പോഴുണ്ട് ഉമ്മറൊക്കെ മൂത്രമൊഴിച്ചാൽ എല്ലാവരും ഇങ്ങനെ നടക്കണ്ട്, മനസ്സിലായില്ലേ. ആ നടത്തം മൊത്തം ബാത്തിലായി. രണ്ടാമത് ഞങ്ങൾ എക്സ്ട്രാ ചുറ്റേണ്ടി വന്നു. അപ്പം ആ കാര്യം എന്താ ചെയ്യുക, തവാഫിൽ വളരെ ശ്രദ്ധിക്കുക. തവാഫിൽ അപാകതകൾ സംഭവിച്ചാൽ നമ്മളെ അമലിന് എന്തായി കാര്യമായ കോട്ടം സംഭവിക്കും. അതാണ് പറ്റും ഉസ്താദ് പറഞ്ഞാൽ പറ്റും. ഷൈന അവിടെ ഓപ്ഷൻ ഇല്ല, മനസ്സിലായി. ഇപ്പം നമ്മൾ ഇങ്ങനെ പോയി, അപ്പം നമുക്ക് തോന്നി എന്താ ഇവിടുന്ന് നമ്മൾ ബാത്തിൽ, അപ്പം റിവേഴ്സ് വരുന്നിട്ട് എന്താ ചെയ്യുക, അത് ജോയിൻ്റ് ആക്കിയാൽ മതി. പക്ഷെ അവിടെ റിവേഴ്സ് ഓപ്ഷൻ ഇല്ല. അവിടെ പോയവർക്കാർ എന്തറിയോ, ഫുള്ള് ആൾക്കാരല്ലേ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ട് ഉണ്ടാവും, ഒരു വീഡിയോ കൊണ്ടാക്കിയാൽ മതി കേട്ടാ. യഥാർത്ഥത്തിൽ ജോയിൻ്റ് ആക്കിയാൽ മതി, പക്ഷെ അതിന് ഓപ്ഷൻ ഇല്ല കേട്ടാ. അപ്പോൾ ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഇടത് ചുമലിൽ ശ്രദ്ധിക്കണം. നമ്മൾ ചിന്ത എപ്പോഴും എന്താവണം, തവാഫ് മാത്രമേ ഇരിക്കണം. ഇനി ഒരാളെ ഉമ്മ നമുക്ക് കൂടെ ഉണ്ട്, ഒരാളെ ഉമ്മ നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, എൻ്റെ ഉമ്മാനെ സംരക്ഷിക്കലും കൂടി നീയത്തൊക്കെ, അതിന് കുഴപ്പമില്ല, മനസ്സിലായില്ലേ. അതേസമയത്തും ഭാര്യയും ഭർത്താവും കൈ പിടിച്ച് നടക്കുക അത് പറ്റൂല, മനസ്സിലായില്ലേ. നമ്മൾ സൂക്ഷ്മമാണെങ്കിൽ ഇനി ഒരാൾക്ക് പേടി, എൻ്റെ ഭാര്യ കയ്യിൽ നിന്ന് പോവും, തിരക്കല്ലേ, അതിൽ എൻ്റെ ഉമ്മ പോകും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അവരെ കയ്യിൻ്റെ മുകളിൽ, അവരെ കയ്യുറക്ക് മുകളിൽ എന്ത് ചെയ്യുക, വേണമെങ്കിൽ കയ്യിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് പിടിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട, അതായത് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ അങ്ങനെ പൊന്തിക്കുമ്പോൾ, നമ്മളെ കൈ അങ്ങനെ പൊന്തിക്കുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ ഈ ഫർദയുടെ ഇങ്ങോട്ട് എന്താ പറയുക, നമ്മൾ മണിബന്ധല്ലേ ഇങ്ങോട്ട് പറയണേ, ഇവിടുന്ന് ഇങ്ങോട്ട് അല്പം നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ തവാഫ് എന്താണ്, ബാത്തിലാണ്, മനസ്സിലായില്ലേ. അതുകൊണ്ട് ഉമ്മമാർ നിർബന്ധമായിട്ടും ഷോക്സ്, ഇവിടെ ഷോക്സ് ഇല്ലേ എല്ലാവരും വേണം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മുഖവും മുൻകൈയും മറക്കരുതെന്നല്ലേ. അപ്പോൾ നമ്മൾ ഉമ്മമാരെന്ത് ചെയ്യും, സൂക്ഷ്മത കൂടിയിട്ട് ഈ നമ്മൾ ഈ എന്ത് തട്ടല്ലേ, ഇവിടുത്തെ തട്ടം അതങ്ങോട്ട് ഇറക്കിവിടും. അഥവാ മുഖം എന്താ അതായത് മുടി കാണാൻ പാടില്ലല്ലോ, അതിന് ചിന്തിച്ചിട്ട് അങ്ങനെയും പറ്റൂല. അതായത് മുഖത്തിൻ്റെ അളവ് എങ്ങനെ നമ്മളെ ഓർമ്മണ്ടോ, കേട്ടില്ല, നെറ്റിയിലെ താടിയൽ വരെ ചോദിക്കട്ടെ, താടിയലിൻ്റെ അളവോടെ അതെന്താ അറിയോ, ഇത് നിങ്ങളെ പരീക്ഷ ഒന്നുമല്ല, ഇത് പരീക്ഷ ഒന്നുമല്ല, നമ്മളറിയാൻ വേണ്ടിയിട്ട്. താടിയലിൻ്റെ അളവ് പറഞ്ഞാൽ നമ്മളെ കൈ ഇവിടെ കുത്തി വെക്കാം, ഒന്ന് വെറുതെ കുത്തിക്കോളൂ, മാണിക്കലൊന്ന് കുത്തി വെക്കി, ഇതൊക്കെ പിന്നെ ഇവിടെ കുഴി ഉണ്ടാവും, എല്ലാവർക്കും കുഴി ഉണ്ടാവും, മനസ്സിലായല്ലേ. അപ്പൊ നമ്മൾ താടിയലിന്റെ എന്താ പറയണ്ടേ, മുഖത്തിന് നമ്മൾ മുടി മുളക്കുമ്പോൾ ഈ താടി ഇവിടെ വരെയാണ് താടിയലിന്റെ ഇങ്ങോട്ട് ഹൈറ്റിലേക്കുള്ള അളവ്. 2 ചെവിക്കുന്നി ഇതിന്റെ ഇടയിൽ മറക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഉമ്മമാരെ പലപ്പോഴും ചെയ്യലെന്തായാലും അള്ളാഹ് അങ്ങനെയൊക്കെയല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഇങ്ങോട്ട് കാണാൻ പാടില്ലല്ലോ. അപ്പൊ അവർ അതായത് ഇതിന്റെ മുടി ഇങ്ങോട്ട് പുറത്ത് കാണാൻ പാടില്ല, ഒരു മുടി പോലും തവാഫിൽ കാണാൻ പാടില്ല, ഒരു മുടി, അരമുടി എന്നല്ല ഒരു മുടി. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, തവാഫ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ തുടങ്ങി, ഇവിടെ എത്തുമ്പോൾ നമ്മളെ മുടി ഇങ്ങനെ കണ്ടിന് ആ ചുറ്റി ബാത്തിലാണ്, മനസ്സിലായില്ലേ. വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും ഉമ്മമാരുടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അശ്രദ്ധ സംഭവിക്കാറുണ്ട്. അശ്രദ്ധ സംഭവിച്ചാൽ നമ്മളെ അമലിനാണ് അപകടം സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യമായിട്ട് മുടി ഇങ്ങോട്ട് വലിച്ചു കെട്ടാൻ എന്താണോ വഴി അത് അന്വേഷിക്കാതെ കൊണ്ടുവരാം, അതേ പരിഹാരമുള്ളൂ. ഇവിടുന്ന് കിട്ടുന്ന തട്ടുണ്ടല്ലോ അത് അങ്ങനെ തട്ടല്ല. ഇവിടുന്ന് കിട്ടുന്ന തട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കോമൺ സൈസ് ഉണ്ടാവുക. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടിക്കാൻ നല്ല വൃത്തിയായി അത് അടിച്ചാൽ പോരാ, നിങ്ങൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ഇന്നറായിട്ട് എന്തെങ്കിലും കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ മുടി വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. മുടി കണ്ടു കഴിഞ്ഞാൽ തവാഫ് ബാത്തിലാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ബാത്തിലാന്ന് പറഞ്ഞാൽ ഉമ്മമാരെന്ത് ചെയ്യും, പിന്നെ നേരെ ഇങ്ങോട്ട് ഇറക്കിവിടും, നമ്മളിങ്ങോട്ട് ഇറക്കും. അപ്പം പിന്നെ മുഖം മറക്കായില്ലേ, മനസ്സിലായില്ലേ, അതും പറ്റൂല. അതുകൊണ്ട് ഉമ്മമാർ വളരെ ശ്രദ്ധിക്കുക. പുരുഷന്മാരതല്ല, ഇതൊക്കെ സ്ത്രീകളുടെ വിഷയം, വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 7 ചുറ്റുപാട് ചുറ്റിക്കഴിയുമ്പോൾ നമ്മളെ ഉംറയിലെ ഒരു തവാഫ് പൂർത്തിയായി അല്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യുക, ഈ 7 ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുമ്പോൾ ഹജ്ജുൽ അസ്വദ് പ്രത്യേകിച്ച് പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യും, തവാഫ് കഴിഞ്ഞ് സഅയ് അങ്ങനെ ആ ഒരു രൂപത്തിന് ചെയ്യലാണ് അതിൻ്റെ അഫ്ളലായ രൂപം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ തവാഫ് കഴിഞ്ഞു. ഇനി നമ്മൾ അല്ലാഹുവേ ഇപ്പം എല്ലാവരും തവാഫ് എല്ലാം കഴിഞ്ഞ്, തവാഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സഅയ് അല്ലേ. തവാഫ് കഴിഞ്ഞില്ലേ, സഅയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം.
മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് മഖാം ഇബ്രാഹിം എന്താണ് അതുകൊണ്ട് അതിന്റെ ഫള് ഒക്കെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറഞ്ഞു കേട്ടോ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് നേരെ സഅയിലേക്ക്. അതിന്റെ മുമ്പ് സംസം കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മാഉ സംസം ലിമാ ശുരിബ ലഹു ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ നാവ് കൊണ്ട് ഇന്നുവരെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തന്നിഷ്ടത്തിന് തങ്ങൾ ഉപ്പാക്കൊന്നും പറയാറില്ല. അങ്ങനെയുള്ള തങ്ങളാ പറഞ്ഞത്, നിങ്ങൾ സംസം എന്തിനു വേണ്ടി കുടിച്ചോ നിങ്ങൾക്കത് ഫലം ചെയ്യും. നിങ്ങൾ എന്തിനു വേണ്ടി കുടിക്കാം. ഒരു ഉമ്മ കുടിക്കാം, പടച്ചോനെ എനിക്ക് കാര്യമായ ഷുഗർ ഉണ്ട്, കുടിച്ചോളൂ. സംസം നീയത്തുണ്ടെങ്കിൽ മാറും. എനിക്ക് പ്രഷറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് വേദനയുണ്ട്, എല്ലാത്തിനും പരിഹാരമാണ് സംസം. സംസം കുടിക്കേണ്ടത് എങ്ങനെയാണ്? വയറ് നിറച്ചും പിന്നെ കുറച്ചും. മനസ്സിലായോ? അതെങ്ങനെയാ രൂപം? വയറ് നിറച്ചും പിന്നെ കുറച്ചു. വയറ് നിറഞ്ഞാന്ന് അറിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ കുറച്ചു പോവാ? അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാല് അത്രക്കൊന്നും സംസം കുടിക്കാൻ വയറ് നിറച്ചു കുടിക്കുക. പക്ഷേ തവാഫ് കഴിഞ്ഞ ഉടനെ കുടിക്കണം സംസം അത്ര കുടിക്കരുത്. അങ്ങനെ കുടിച്ചാൽ പ്രശ്നം എന്താ പറയുക? ഇനി പോവാനുള്ള എങ്ങോട്ട്? നമുക്ക് സഅയിലേക്കാ പോവാളല്ലേ. അപ്പൊ സഅയിന്റെ ഇടയ്ക്ക് ചാലാറടിയും, മനസ്സിലായില്ലേ? അപ്പൊ ആ മുട്ടൽ വരും. മുട്ടൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് പിടിച്ചാൽ കഴിയോ? പിന്നെ നമ്മൾ സഅയിനെ നിയത്തുന്നല്ല, അടുത്ത ബാത്റൂമോടെ നിയത്തോ. അതുകൊണ്ട് എന്താ ചെയ്യാ? അവിടെ അധികം കുടി, ഒരു മിഡില് കുടിക്കാം. ഇത് സഅയിന് ഇഷ്ടം പോലെ കുടിച്ചോളൂ. മനസ്സിലായില്ലേ? ഇനി നമ്മൾ സഅയിനെ പൂർത്തിയാക്കി നമ്മൾ ഉംറ ചെയ്യൂട്ടാ. അപ്പൊ ഇനി നമ്മൾ സൊഫയിലേക്കും മറവയിലേക്കും പോവാം. ഇത് സൊഫ, ഇത് മറവ. കണ്ടു തോന്നില്ലേ? ശരാശരി ഇത് ശരാശരി അല്ല, നല്ലൊരു മനസ്സിലാണ്ട് പറയാം. അപ്പൊ നമ്മൾ സംസം എല്ലാം കുടിച്ചു കഴിഞ്ഞു. സൊഫ നമ്മൾ നേരെ പോകുന്ന സഅയിലേക്കാണ്. സഅയിലേക്ക് പോയി കഴിഞ്ഞാൽ സൊഫ മറവ, സൊഫ കുന്ന് മറവ കുന്ന്. അപ്പോ ഹാജറ ഉമ്മ എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ്, ആ ചെറുപ്പക്കാരിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിഞ്ചോമനെ കുഞ്ഞുമായി കൊണ്ടുപോയി എത്തിയ സ്ഥലമാണ് സൊഫ മറവക്കടയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പരിശുദ്ധ കഅബയുടെ പരിസരം. അപ്പൊ അവിടെ നിർത്തിക്കൊണ്ട് അന്ന് കാലത്ത് ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഇബ്രാഹിം നബി തിരിച്ചു പോകുമ്പോൾ ചോദിക്കാണ് ഹാജറ ഉമ്മ, അല്ലയോ ഈ സാധുക്കളായ ഞങ്ങൾ 2 പേരെയും എന്നെയും എന്റെ കുഞ്ഞിനെയും വെച്ച് അങ്ങ് എവിടേക്കാ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. കാരണം അത്രക്കും ഇഷ്ടപ്പെട്ട പിഞ്ചോമന കുഞ്ഞ്, വാർദ്ധക്യ കാലത്ത് ഇബ്രാഹിം നബിക്ക് ഉണ്ടായ കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ വെച്ചാ തിരിച്ചു പോകുന്നത്. ഇബ്രാഹിം നബിയുടെ മനസ്സ് വല്ലാത്ത വിഷമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ. അങ്ങനെ ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോ രണ്ടാമതും ചോദിച്ചു, തിരിഞ്ഞു നോക്കുന്നില്ല. മൂന്നാമത് ഹാജറ ഉമ്മ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? അപ്പൊ അതിനുത്തരം നഅം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹാജറ ഉമ്മ സമാധാനത്തിലായി. അങ്ങനെ ഹാജറ ഉമ്മ നിന്നിരുന്ന സ്ഥലമാണ് ഈ പരിശുദ്ധ കഅബയുടെ പരിസരം. ഇൻഷാഅല്ലാഹ് വിശദമായി സമയം കിട്ടുകയാണെങ്കിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചെന്നുള്ള ചരിത്രങ്ങളെല്ലാം വിശദമായി പറയാം. ഏതായാലും ഇപ്പൊ നമ്മൾ എല്ലാവരും സൊഫയിലേക്ക് പോവാം. എന്താണ് ഈ സൊഫ എന്ന് പറഞ്ഞാല്? അങ്ങനെ ഹാജറ ഉമ്മ എന്ന മഹദി ഇസ്മായിൽ എന്ന പിഞ്ചോമനെ കുഞ്ഞിന് മുലക്കൂട് അമ്മിഞ്ഞ കൊടുത്തിട്ട് അവസാനം അമ്മിഞ്ഞ് പാലില്ലാതിരിക്കുമ്പോ അവസാനം കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടണ്ടേ, അതിനു വേണ്ടി അവർ ഓടി കയറിയ മലയാണ് സൊഫ എന്ന് പറയുന്ന മല. വലിയ പ്രതീക്ഷയോടെ കയറി, ദൂരത്തേക്ക് നോക്കി, ഒരാളെയും കാണുന്നില്ല. നിരാശയോടെ ഹാജറ ഉമ്മ തിരിച്ചിറങ്ങി. അങ്ങനെ തിരിച്ചിറങ്ങിയിട്ട് കുറഞ്ഞ് നടക്കുമ്പോഴാണ് വീണ്ടും കുഞ്ഞിന്റെ കരച്ചിൽ വരുന്നത്. ഉമ്മമാരാവും നമുക്കറിയാം, അല്ലെ ഉപ്പമാർക്കൊക്കെ അറിയാം, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൽ വല്ലാത്തൊരു വിഷം എത്രത്തോളം അല്ലെ. അങ്ങനെ വീണ്ടും അടുത്ത പരിഹാരം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടെ ഓടി കയറിയതാണ് മറവ എന്നുള്ള കുന്ന്. അങ്ങനെ ആ സൊഫയും മറവയും അതാണ്. അപ്പൊ ഈ സൊഫയിൽ നിന്ന് മറവയിലേക്ക് നമ്മൾ പോകുമ്പോ എന്തായി? സഅയ്യണ 7 ചുറ്റാണ്. സൊഫയിൽ തുടങ്ങി മറവയിൽ എത്തുമ്പോ 1 ചുറ്റു പൂർത്തിയായി. മനസ്സിലായില്ലേ? കഅബനെ ചുറ്റിങ്ങെത്തണ്ടേ, അതങ്ങനല്ല. സൊഫയിൽ തുടങ്ങി മറവയിലെത്തിയ 1 പൂർത്തിയായി. മറവയിൽ നിന്ന് സൊഫയിലേക്ക് വരുമ്പോ അടുത്ത 1 പൂർത്തിയായി. അങ്ങനെ 7 ചുറ്റാണ് സഅയ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടുന്ന് നിയ്യത്തെക്കുന്നു, നേരെ സൊഫയിൽ നിന്ന് മറവയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ കാണാം. ഓക്കെ, പച്ച ലൈറ്റ്. അവിടെ എത്തുമ്പോ പുരുഷന്മാര് അല്പം ഒന്ന് സ്പീഡാക്കുന്ന എന്താണ് പ്രത്യേകം സുന്നത്തുണ്ട്. അവിടെ പല അഭിപ്രായം കൊണ്ട് ഹാജറ ഉമ്മ ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞിന് വേണ്ടി കരച്ചിൽ ഓടിയ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ
ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കാലത്ത് അന്ന് ശത്രുക്കൾക്ക് സ്വഹാബത്തൊക്കെ ആരോഗ്യവാന്മാരാണ് കാണിക്കാൻ വേണ്ടി ഓടിയിരുന്നു, ചെറിയൊരു സ്പീഡ് നടന്നിരുന്നു, അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള പവിത്രമായ സ്ഥലത്ത് പുരുഷന്മാരൊന്നും സ്പീഡിലാക്കാൻ, സ്ത്രീകൾ സാധാരണ പോലെ തന്നെ. അങ്ങനെ നമ്മൾ സൊഫയിൽ നിന്ന് മറവയിലേക്ക് പോയി, ഒന്ന് മറവയിൽ സൊഫയിലേക്ക് വന്നു, അങ്ങനെ 2, അങ്ങനെ 7 ചുറ്റുന്നതോടെ സഅയും പൂർത്തിയായി കേട്ടാ. അങ്ങനെ ഇപ്പൊ നമ്മള് എന്തായി, ഉംറയിലെ നിയ്യത്ത് കഴിഞ്ഞു, ത്വവാഫ് കഴിഞ്ഞു, സഅയ് കഴിഞ്ഞു. ഇനി തഹല്ലുലാവുക എന്നുള്ള കർമ്മമാണ്. തഹല്ലുലാവുക മുടിയിൽ നിന്ന് അല്പം കളയുക കേട്ടാ. ആ അല്പം എന്നുള്ളത് മിനിമം 3 മുടിയെങ്കിലും വേണം, മിനിമം 3എങ്കിലും വേണം കേട്ടാ. ഇൻഷാ അല്ലാഹ് ആ അല്പത്തിന്റെ കണക്കൊക്കെ വൃത്തിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇതുപോലെ വീണ്ടും ചോദിക്കും. തഹല്ലുലാവുന്നതോടെ നമ്മൾ ഉംറയിൽ നിന്ന് കഴിഞ്ഞ് ഇതോടെ തർത്തീബ് മുവാലാത്ത് ഖുറൂശ് അത് നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ചെയ്തത്. അതാണ് നമ്മൾ 5ാമത് പറഞ്ഞത്. അതോടെ എന്തായി, നമ്മൾ ഒരു ഉംറ പൂർത്തിയായി. മനസ്സൊന്നും ഒരു പ്രസന്നമാവാത്ത അപ്പൊ ഒരു ഉംറ എന്തായി, നമ്മളെല്ലാവരും ഒരു ഉംറ പൂർത്തിയായിട്ടാ. ഇതുപോലെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ താല്പര്യവും ആരോഗ്യമുള്ളവർക്ക് 8 ഉംറകൾ വരെ നമ്മളെ ബാച്ചിൽ ചെയ്യാൻ അവസരം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമ്മൾ ഒരു ഉംറ പൂർത്തിയായി. ഇനി എല്ലാം ഉംറ എല്ലാം ഒരേപോലെയാണ്. അപ്പൊ ഇനിയിപ്പോ അതിനെ കുറിച്ച് അധികം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാം. തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാ പോലായി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള രീതി നടക്കാം, ഇരിക്കാം, എല്ലാം പറ്റും. കാരണം ഇതുവരെയുള്ള സ്റ്റേജിൽ മാറിയില്ല നമ്മള്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ മാറി. ഇനി നമ്മൾ സാധാ പോലെ കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധ മക്കയിലെ 10 ദിവസം എങ്ങനെയൊക്കെ ഉണ്ടാവാന്നാണ്.